ഞങ്ങൾ ഹോട്ടലുകളിലാണ് മെയിനായിട്ട് അച്ചാർ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോമ്പൊക്കെ അടുത്തുകൊണ്ട് ഹോട്ടലുകളിൽ ഓരോന്നായി അടച്ചു തുടങ്ങി. പിന്നെ നേരത്തെ എടുത്ത സ്റ്റോക്ക് അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരാഴ്ചയായിട്ട് പണിയൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെയാണ്. ഇനി വേറൊരു പണി നോക്കണം. വീട്ടിലൊരു പേരക്കാരൻ വെട്ടാണ്ടായിരുന്നു. അപ്പോൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ഇന്നലെ അത് വെട്ടി അതിന് കോടാലിക്ക് വേണ്ടിയിട്ട് ചെറിയ വിറകുകളാക്കണം. അത് ഇന്നത്തെ ജോലി. നേരത്തെ വിറക് ഒരു പരിചയമില്ലാത്തതുകൊണ്ട് ഒരു വിധത്തിലായിട്ട് വെട്ടി തീർത്ത് കുറേ നേരം തലങ്ങും വിലങ്ങൊക്കെ കെട്ടി അവസാനം എല്ലാം വെട്ടിക്കൂട്ടി വിറകാക്കി. ഇന്ന് വൈകുന്നേരം ഒരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണം കൂടാൻ ജോലി സ്ഥലത്തുനിന്നും ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ ആവശ്യത്തിനെ വിളിക്കാൻ വേണ്ടി പഴകിയാപ്പിളിലേക്ക് പോയി. ഇനി കല്യാണത്തിന് പോകാൻ വേണ്ടി കാർ എടുക്കാൻ പോകണം. കാറ് പറവൂര ഉള്ളത് ഇക്കാലത്ത്. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ പറവൂർക്ക് വിട്ടു. 2 സൈഡും കൂടി ഒരു 3 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. 6 മണിക്കാണ് റിസപ്ഷൻ. ഇപ്പം ഞാൻ കാറും കൊണ്ട് വന്നിട്ട് വേണം എല്ലാവർക്കും കല്യാണത്തിന് പോകാൻ. അതുകൊണ്ട് എവിടെയും റെസ്റ്റ് എടുക്കാൻ നിർത്തിയില്ല. വീട്ടിലെത്തി നമ്മൾ നേരെ അടുക്കളയിലേക്ക് വിട്ടു. രാവിലെയും വൈകുന്നേരം ഓരോ ചായ കുടിച്ചില്ലെങ്കിൽ ആ ദിവസം അൺഫില്ലായ പോലെയാണ്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ട് നേരെ കല്യാണത്തിന് പോയി. എനിക്ക് ആൾക്കൂട്ടത്തിൽ പോയി കിടന്ന് ഇഷ്ടമല്ല. നമ്മൾ നേരെ കാറി വന്നിരുന്ന WBL കണ്ടുകൊണ്ടിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബേബിനെ കൊണ്ട് ചുമ്മാ ഒന്ന് മാറ്റി വരെ കറങ്ങാൻ പോയി. പിന്നെ ഒരു കാര്യം മറന്നു. ഇതിനിടയ്ക്ക് ഒന്ന് മുടി വെട്ടിയായിരുന്നു കേട്ടോ. കല്യാണത്തിന് പോയി ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ജോലി സെറ്റായത്. അപ്പോൾ നാളെ രാവിലെ മുതൽ ചെല്ലാൻ പറഞ്ഞേക്കുക. ആൾ മാറി മുടി വെട്ടുകൊണ്ട് എന്തോ തൃപ്തിയില്ലാത്ത പോലെ. അങ്ങനെ മുടി വെട്ടുകൊണ്ട് ഒന്നുകൂടെ പോയി കുളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞതിന് മുമ്പ് എൻ്റെ റൂമിൽ നിന്ന് ചെയ്ത് കുഞ്ഞ് കീഴടക്കി. അതുകൊണ്ട് എൻ്റെ സ്ലീപ്പിംഗ് ഇന്ന് ഇവിടെയാണ്.